പത്മജ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ചില പരാമർശങ്ങൾ നടത്താൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് നോക്കാറാണ്. ജീവിതത്തിൽ ലീഡർ ശ്രീ കരുണാകരന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനം അത് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മഹത്തായ ഒരു സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിട്ടുള്ളത്. ആ ലീഡർ എന്ന് പറയുന്ന എൻ്റെയും കൂടി സ്വത്ത്, ആ സ്വത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്കാണ് മുരളിച്ചേട്ടനെയും പത്മജ ചേച്ചിയും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും മര്യാദ നൽകുന്നത്. ലീഡറുമായിട്ടുള്ള ബന്ധം എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഭാര്യയും എൻ്റെ അനുജനും വളരെ ക്രിട്ടിക്കലായിട്ട് എൻ്റെ മോള് മരിച്ച അവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായിരുന്നു. ലീഡറെ കാണാൻ വേണ്ടി മദ്രാശിയിൽ നിന്ന് വന്ന ഡോക്ടർ നടരാജൻ അദ്ദേഹം വേറെ ആരെയും കാണില്ല എന്ന് വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ എൻ്റെ അനുജൻ്റെ കാര്യത്തിൽ വളരെ ക്രിട്ടിക്കലായിരുന്നു. ഹിപ്പ് മുഴുവൻ ഉടഞ്ഞ് ഏതാണ്ട് 36 പ്ലേറ്റുകളാണ് പിന്നീട് ഇടേണ്ടി വന്നത്. അപ്പോൾ അതിനന്നാണ് ഞാൻ സത്യത്തിൽ വേണുചേട്ടനെയും പത്മജ ചേച്ചിയും വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങി ഡോക്ടർ നടരാജൻ്റെ അടുത്ത് പോയി പലതവണ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹം എൻ്റെ അനുജനെയും കൂടി ആശുപത്രിയിൽ വന്ന് കാണുന്നതും അന്ന് തുടങ്ങിയ ഒരു എല്ലുറപ്പുള്ള ഒരു ചങ്കുറപ്പുള്ള ബന്ധമാണ് വേണുചേട്ടനുമായിട്ടും പത്മജ ചേച്ചിയുമായിട്ടും. ഒപ്പം ലീഡർ ഇത്രയധികം ദ്രോഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കിട്ടിയത് മുഴുവൻ ദ്രോഹമാണ്. പലരും പറയുന്നത് പോലെയുള്ള പിന്നിൽ നിന്നുള്ള കുത്ത്. അങ്ങനെ ഒരു അച്ഛൻ അടിയേറ്റ് വീണുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെ ഒരു മകളെന്ന നിലയ്ക്ക് ആ മകളുടെ ഭർത്താവ്, ഒരു മരുമകൻ, എനിക്കറിയാം വേണുചേട്ടൻ മകനെ പോലെയായിരുന്നു, എങ്ങനെ നിങ്ങൾക്കിത് ആ അവസ്ഥയിലൊക്കെ താങ്ങി ഇത്രയും ദൂരം എത്താൻ സാധിച്ചു? സുരേഷ് ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്, ഇത്രയും വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെ താങ്ങാൻ പറ്റി. എനിക്ക് തോന്നുന്നു കുടുംബത്തിലെല്ലാവരും കൂടിയിട്ടുള്ള ഒരു യോജിപ്പ് അത് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കൾ, ഹസ്ബൻഡ്, അമ്മ, അവരെ നിന്നൊക്കെ കിട്ടിയൊരു സപ്പോർട്ട്, അതിലപ്പുറം ദൈവവിശ്വാസം, ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള, നമുക്ക് ആരും ഇല്ലയെന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവം സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ, അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എന്ത് വിഷമാവസ്ഥയിലും എൻ്റെ അച്ഛൻ്റെ മുഖത്ത് കാണുന്നൊരു ചിരിയുണ്ട്. അതൊരിക്കലും സങ്കടമുള്ള ചിരിയായിരുന്നില്ല, അന്നും ആത്മവിശ്വാസമുള്ള ചിരിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ അന്ന് ആക്സിഡൻറ്റ് പറ്റി അമേരിക്കയിൽ പോയപ്പം കൂടെ പോയത് ഞാൻ തന്നെയാണ്. അപ്പോൾ അന്നിങ്ങനെ പെയിൻ എടുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുമ്പോൾ എനിക്ക് വയ്യ എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ പതുക്കെ, അന്നിങ്ങനെ തിരുത്തൽവാദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് മലയാളം പത്രം എടുക്കും ഞാൻ എടുത്തിട്ട് എനിക്ക് പത്രമൊന്നും കേൾക്കണ്ടായിരുന്നു. ഞാൻ ഇല്ല അച്ഛൻ കേൾക്കണം എന്ന് പറയും. എന്നിട്ട് ഫുള്ള് ഇത് വായിച്ചു കൊടുക്കും, അച്ഛൻ പോന്നപ്പോഴുള്ള കാര്യങ്ങളും അച്ഛനെതിരെ നടക്കുന്ന കാര്യങ്ങളും. ഒരു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ച് മിണ്ടാണ്ട് കിടക്കും. എന്നിട്ട് ഡോക്ടറെ വിളിക്കുമെന്ന് പറയും, എനിക്ക് നടക്കണം എന്ന് പറയും. അതായത് തിരിച്ചെത്തണം, വീണ്ടും ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം, എൻ്റെ അച്ഛൻ്റെ മനസ്സറിയണ ശരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ലീഡറിലെ ഒരു ആ ഫൈറ്റിംഗ് മെന്റാലിറ്റിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പത്മജ ഈ വാർത്ത വായിക്കുന്നത്. എനിക്കറിയാം. അല്ലാണ്ട് അച്ഛനോട് പോസിറ്റീവ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് കേട്ട അച്ഛന് സന്തോഷമൊന്നുമില്ല. നെഗറ്റീവ് കേൾക്കുമ്പം അതിന്ന് ഭയങ്കര ഒരു ആ പറഞ്ഞ ആള്, വയ്യാന്ന് പറഞ്ഞ ആള് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 3-4 റൗണ്ട് അവിടെ നടന്നു തുടങ്ങി. അതപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അന്തം വിട്ടു. അവർ പറഞ്ഞത് ഇപ്പോഴൊന്നും നടക്കില്ല, കുറേ നാൾ പിടിക്കുന്നൊക്കെ പറഞ്ഞ് അവരുടെ അമേരിക്കയിലത്തെ ഡോക്ടേഴ്സിനെ പോലും ഞെട്ടിപ്പിച്ചോണ്ടാണ് അച്ഛൻ. എനിക്ക് ആ അന്നത്തെ ആ രാഷ്ട്രീയ ഏടുകളൊക്കെ ഭയങ്കര, ഞാനന്ന് ഡൽഹിയിലായിരുന്നു, ഭയങ്കര ഉദ്വേഗഭരിതമായിട്ടുള്ള. കാരണം വെച്ചാല് ഒന്ന് ലീഡർ തിരിച്ചു വരില്ല ഒരു പ്രതീതി രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായിരുന്നു. ഇനി വന്നാൽ തന്നെയും ലീഡർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. അതെ. പ്രത്യേകിച്ച് മറ്റേ ആ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചുവല്ലോ, ഒരു മാസത്തിന്റെ വ്യത്യാസമല്ലോ. എല്ലാം കൊണ്ട് മാനസികമായിട്ട് തകർന്ന സമയമായതുകൊണ്ട് ആണ് അച്ഛൻ അന്ന് ശരിക്കും ഒന്ന് വീണുപോയത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അല്ലെങ്കിൽ ശരിക്ക് അമ്മയും കൂടിയും മരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ പിടിച്ചു തന്നേനെ. പക്ഷെ അമ്മയുടെ മരണം അച്ഛനെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു.